നടക്കുന്നുണ്ട്. ആ പൂജയിൽ പങ്കെടുക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചത്. അപ്പം ഞാൻ ഓൾറെഡി ഒരു തവണ പോയായിരുന്നു, അവിടേക്ക് പോയി വന്നതാണ്. ഇപ്പം ഞാനിതാ അമ്മേനെയും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അമ്മേനെയും കൂടി കൊണ്ട് ചെല്ലാൻ വേണ്ടി അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ വരലക്ഷ്മി പൂജ എന്ന് പറയുന്നത് നമ്മൾ ഗോഡസ് ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പൂജയാണ്. ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും കുടുംബത്തിലെ ഐക്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ആ കുടുംബത്തിലെ ലേഡീസ് ചെയ്യുന്ന പൂജയാണ് ആക്ച്വലി വരലക്ഷ്മി പൂജ. ലക്ഷ്മി ദേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലക്ഷ്മി ദേവീനെ അണിയിച്ചൊരുക്കി അതുപോലെ അവർക്ക് ദേവിക്ക് വേണ്ടിയിട്ട് കാണിക്കയൊക്കെ സമർപ്പിച്ച് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും ഫ്രൂട്ട്സ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ ഗോഡസ് ലക്ഷ്മീനെ വരവേൽക്കുന്ന ഒരു പൂജയാണ് ആക്ച്വലി വരലക്ഷ്മി പൂജ എന്ന് പറയുന്നത്. ഇത് കർണാടക, തമിഴ്നാടു, ആന്ധ്ര, തെലങ്കാന അങ്ങനെയുള്ള സ്റ്റേറ്റ്സിലൊക്കെയാണ് കൂടുതലായിട്ടും ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അവരെ വീട്ടിലേക്ക് നമുക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ്. അതാ കണ്ടില്ലേ, അവർ ലക്ഷ്മി ദേവീനെ അവിടെ വെച്ച് ഇത് സമർപ്പിച്ച് അത് അണിയിച്ചൊരുക്കി വീടും അതുപോലെ തന്നെ അലങ്കരിക്കും. പിന്നെ ലക്ഷ്മി ദേവിക്ക് വേണ്ടി കാണിക്കകൾ സമർപ്പിക്കും, സ്വീറ്റ്സ് കൊടുക്കും, പിന്നെ ഫ്രൂട്ട്സ് വെക്കും. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നമ്മളിപ്പോൾ അവർ ക്ഷണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് അന്ന് വരുന്ന എല്ലാ ലേഡീസിനെയും അവർ ലക്ഷ്മി ദേവിയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവീനെ അവർ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ആ വീട്ടിൽ ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ നൈബർ. ആക്ച്വലി അവൾ നമ്മളെ ക്ഷണിച്ചത് ഈ ഒരു പൂജയിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ ഇവർ നമ്മളെ ലക്ഷ്മി ദേവിയായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമ്മളെ കാലിലൊക്കെ നമുക്ക് സിന്ദൂരവും അതുപോലെ തന്നെ കുങ്കുമവും മഞ്ഞളൊക്കെ തൊട്ട് തരും. പിന്നെ നമ്മളെ കാലിൽ ഇതുപോലെ മഞ്ഞളൊക്കെ തേച്ച് പിന്നെ കുങ്കുമം കൊണ്ട് വരച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെയൊരു ട്രഡീഷൻ നമ്മൾ ആക്ച്വലി മലയാളികൾ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. കാരണം പൊതുവേ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ട്രഡീഷൻസ് ഒന്നും നമ്മൾ കാണാറില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ട്രഡീഷൻ അവർ ചെയ്യുന്നത്. അപ്പം അവർ നമ്മളെ അങ്ങനെ അണിയിച്ചൊരുക്കും. പിന്നെ അവർ നമ്മളെ അവർ ലക്ഷ്മി ദേവിയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവരൊരു നമുക്കൊരു ഇത് തരും, എന്താ പറയുക, ഒരു കാണിക്ക പോലെ ദേവിമാർക്ക് സമർപ്പിക്കുന്ന പോലെ അവരെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവരൊരു ട്രിബ്യൂട്ട് പോലെ തരും. എന്നിട്ട് നമ്മൾ അവരെ അനുഗ്രഹിക്കുന്നതാണ് ആക്ച്വലി ഈ ഒരു ചടങ്ങ്. ഇതാണ് നമ്മൾ അവിടെ പോയപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതാണ് അവിടെ നടക്കുന്ന ആ ഒരു ചടങ്ങ്. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഇതേവരെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്. ലാസ്റ്റ്ലി അവർ നമുക്കൊരു ഗിഫ്റ്റ് തരും. ആ ഗിഫ്റ്റ് നമ്മൾ സ്വീകരിക്കുക, എന്നിട്ട് അവരെ അനുഗ്രഹിക്കുക. അതാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഓക്കെ.